ഇത് മറ്റൊരു വീടാട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള വേറൊരു വീടാണ്. അവിടെയൊക്കെ വെള്ളമാണ്. ഇതൊക്കെ കുറച്ചുകൂടി ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. അതായത് അവരൊക്കെ മണ്ണിട്ട് മുറ്റൊക്കെ നല്ല ഹൈറ്റിലാണ്. അതേമാതിരി അവരുടെ തറയും നല്ല ഹൈറ്റുള്ളതാണ്. ഞങ്ങളുടെ വീടാണ് ഏറ്റവും താഴ്ന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് ഏറ്റവും ആദ്യം അകത്തേക്ക് വെള്ളം കയറുക. ഇവരുടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അതേ കയറിയപ്പോഴും പുറത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് വെള്ളം കൂടിയതും ഇവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നതും. ഇനി ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങളുടെ വീട് കൂടാതെ ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് 3 വീടാണുള്ളത്. അതിൽ ഫസ്റ്റ് വീടാണ് ഈ കണ്ടത്. ഈ 2 വീട് കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, തോടാണ് കേട്ടോ. ഇപ്പം ഞാൻ നടക്കുന്ന ഈ ഒരു ചെറുതാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത്. അപ്പുറം ഇപ്പുറത്തൊക്കെ താഴ്ചയാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വീടും റൈറ്റ് സൈഡിൽ തോടുമാണ്. അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു 5 ഫൂട്ട് വീതിയിലാണ് തോന്നുന്നു ഫുട്പാത്ത് ഉള്ളത്. ബാക്കി ഇതൊക്കെയെന്ന് പറയുന്നത് തോടാണ്. കണ്ടൽക്കാടാണ് സ്ഥലം. ഇതൊക്കെ നല്ല താഴ്ചയുള്ളതാട്ടോ. അപ്പം എൻ്റെയൊക്കെ ഒരു ഹൈറ്റിന് ഞാൻ 164 സെൻറ്റിമീറ്ററാണ്. അപ്പം എൻ്റെയൊക്കെ ഒരു ഹൈറ്റിൽ പകുതിയോളം ഉണ്ടായിരിക്കും, പകുതിക്ക് മുകളിലുണ്ടായിരിക്കും. അത്ര ഹൈറ്റ് ഉണ്ട്, അത്ര താഴ്ചയുള്ള എന്താ പറയുക കാടുകളാണിത്. കാണാനുള്ള ഭംഗിയേ ഉള്ളൂ കേട്ടോ സംഭവം. സ്ഥലങ്ങളൊക്കെ കാണാൻ ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫുൾ വെള്ളമാണ്. ഇത് വേറൊരു വീടാണ്. ഇവിടെയും തറ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീടാണ് തറ കുറച്ച് താഴ്ന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം അത്യാവശ്യം ഹൈറ്റുള്ള തറയായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അവരുടെ വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ല. മുറ്റത്തൊക്കെ വന്ന് പോവും. ഈ ഒരു ഞങ്ങളുടെ ഭാഗത്ത് ഏരിയയിലൊരു 14-15 വീടാണുള്ളത്. ഫസ്റ്റ് വെള്ളം കയറുന്നത് ഞങ്ങളുടെ വീടാണ്. പിന്നെ വേറെ അത് കഴിഞ്ഞ് അതേപോലെ വെള്ളം കയറുന്ന 2 വീട് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ബാക്കിയുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറുക. ഇത് മറ്റൊരു വീടാണ് കേട്ടോ. അവിടെയൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തു നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞാണ്. ഞാനായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനായിരുന്നു അത് വൈപ്പർ യൂസ് ചെയ്തിട്ട് നീക്കണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു വേണ്ട ഞങ്ങൾ ചെയ്തോളാം, എന്നോട് അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പുറത്ത് പോയിട്ടൊക്കെ, ഞാൻ ഇവിടേക്കൊന്നും വന്നിട്ടില്ല. വെള്ളം വന്നേപ്പാട് വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അച്ഛനും ഞാനും അമ്മയോട് പാക്ക് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്ന് എടുത്ത ശേഷം ഞങ്ങൾ പോവാണ് ഉണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് തോടാണ് കേട്ടോ, നല്ല ഹൈറ്റുള്ള തോടാണ്. ഇതിലിപ്പോൾ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ എന്നെ മുങ്ങുന്ന വെള്ളം ഉണ്ടായിരിക്കും. പിന്നെ നല്ല ചളിയുമാണ്. എന്തായാലും ചളിയിൽ പൂണ്ട് പോകും എന്ത് ആരിറങ്ങിയാലും. അതിങ്ങനെ സമയമായിട്ട് നിൽക്കുക. അതൊക്കെ വിചാരിക്കും എന്താ പറയുക ഫുട്പാത്താണ് എന്നുള്ളത്. ഫുട്പാത്തല്ല ആക്ച്വലി. ഫുട്പാത്ത് ഇത് 4-5 ഫുട്ട് ഫുട്പാത്താണുള്ളത്. ബാക്കി ഈ ഒരു ഭാഗം കാണുന്നതൊക്കെ എന്താ പറയുക തോടാണ്. സ്പീഡിൽ നടക്കാൻ കഴിയില്ല കേട്ടോ വെള്ളം. അതാണ് വീഡിയോ എത്ര എന്താ പറയുക സ്ലോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വീടാണ് കേട്ടോ. അവരും ക്ലീൻ ചെയ്യുന്ന പണിയിലാണ്. കാണുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ. പക്ഷെ ഇവിടെ നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കേ അറിയുള്ളൂ. കാരണം ഒരു മഴ പെയ്താൽ മതി ഇവിടെയൊക്കെ വെള്ളം നിറയാനായിട്ട്. ഇതും തോടാണ് കേട്ടോ. അത് അവിടെ മുതൽ